മാങ്കല്യം. പിറ്റേന്ന് പതിവിലും നേരത്തെ ഉണർന്ന ജാൻവി ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകളടച്ച് ശാന്തമായി പ്രാർത്ഥിച്ചു. ഫോണെടുത്ത് സമയം നോക്കിയപ്പോഴേക്കും 4 മണി. അലാറം ഒന്നും വെച്ചില്ലെങ്കിൽ പോലും താൻ കൃത്യമായി ആ സമയത്ത് എഴുന്നേറ്റതോർത്ത് അവൾക്ക് അത്ഭുതം തോന്നി. ജഗൻ അവൾക്കരികിൽ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്നവനെ കാണുകയും അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി. പതിയെ അവനെപ്പോലും ഉണർത്താതെ അവന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് ജാൻവി ബെഡിൽ നിന്നിറങ്ങി ഒന്ന് ഫ്രഷായി വന്ന ശേഷം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. 4 മണി ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അതവളുടെ മുടിയിലും മുഖത്തും തട്ടിത്തഴുകി കടന്നുപോയി. വല്ലാത്തൊരു പ്രഭാതം. അവൾ ആ ഇരുട്ട് മൂടിക്കിടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നോക്കി. ഇരുട്ടാണെങ്കിലും അങ്ങിങ്ങായി ചില കാഴ്ചകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ബുക്കും എടുത്തുകൊണ്ട് ജാൻവി മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ജഗനെ ഉണർത്താതെ ബാൽക്കണിയിൽ ചെന്നിരുന്നു. പിന്നെ പതിയെ ഓരോന്നായി വായിച്ചു തീർത്തു. അല്പസമയത്തിന് ശേഷം നല്ല ചൂടുള്ള കാപ്പിയുടെ മണം മൂക്കിലടിച്ചപ്പോഴാണ് ജാൻവി ബുക്കിൽ നിന്ന് മുഖമുയർത്തി നോക്കിയത്. ഒരു കയ്യിൽ കോഫി മഗ്ഗും പിടിച്ചു നിൽക്കുവാണ് ജഗൻ. അവന്റെ ആ നിൽപ്പും ഉറക്ക ചടവും കണ്ടപ്പോ ജാൻവിക്ക് വല്ലാത്ത ചിരി വന്നു പോയി. ജഗൻ എന്തിനാ ഇത്രയും നേരത്തെ എഴുന്നേറ്റത്? ജാൻവി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അതുകൊള്ളാം. എന്റെ ഭാര്യ ഉറക്കം വിളിച്ച് പഠിക്കുമ്പോ ഞാൻ എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ജഗൻ ചോദിച്ചതും ജാൻവി ഒരു ചിരിയോടെ അവന്റെ കയ്യിലിരുന്ന കോഫി മഗ് വാങ്ങി. അവളുടെ കണ്ണുകൾ ഇപ്പോഴും അവന്റെ മുഖത്ത് തന്നെയാണ്. താനെന്തിനാ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? മര്യാദക്കിരുന്ന് പഠിക്കാൻ നോക്ക്. അവളുടെ തലയിലൊന്ന് തട്ടിക്കൊണ്ട് ജഗൻ പതിയെ വീണ്ടും റൂമിലേക്ക് നടന്നു. ഒരു പക്ഷേ താൻ അവൾക്കരികെ നിന്നാൽ പഠിക്കാനുള്ളതെല്ലാം മറന്ന് അവൾ തന്നെ നോക്കിയിരിക്കുമെന്നും തന്നോട് വെറുതെ വർത്തമാനം പറഞ്ഞ് സമയം കളയുമെന്നും ചിന്തിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. കുറച്ചേറെ സമയം ജാൻവി ബാൽക്കണിയിലിരുന്ന് പഠിത്തം തുടർന്നു. പതിവ് പോലെ അന്നും ജഗനായിരുന്നു ജാൻവിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തത്. അവൾ കോളേജിനും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു എന്നത്തെയും പോലെ വഴിക്കണ്ണുമായി നിൽക്കുന്ന മിഥുനെ അഭിയെയും. അവരിരുവരോടും വർത്താനമൊക്കെ പറഞ്ഞ ശേഷം മൂവരും അവരവർക്കായി നിശ്ചയിച്ച ക്ലാസ് റൂമിലേക്ക് പോയി. മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ജഗൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ തന്നെയാണ് ജാൻവി എക്സാം എഴുതി തുടങ്ങിയത്. അവൾ വിചാരിച്ചതിലും എളുപ്പമായിരുന്നു പരീക്ഷ. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത സമാധാനം തോന്നി. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അവൾ ഫോണെടുത്ത് ആദ്യം വിളിച്ചത് ജഗനെയാണ്. ഹലോ ജാൻവി, എങ്ങനെയുണ്ട്? എക്സാം കഴിഞ്ഞോ? ജഗൻ ചോദിച്ചതും ആവേശത്തോടെ തന്നെ ജാൻവി മറുപടി നൽകി. ജഗൻ, എനിക്ക് വളരെ എളുപ്പമായിരുന്നു പരീക്ഷ. ഞാൻ പഠിച്ചത് മാത്രമാണ് വന്നത്. ജാൻവി ഉത്സാഹത്തോടെ പറഞ്ഞതും ജഗന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ താൻ ഈ ടെൻഷനിക്ക് അടിക്കുന്നത് പോലെ ഒന്നുമില്ലെന്ന്. ജഗൻ പറഞ്ഞപ്പോ ജാൻവി ചിരിയോടെ പിന്നെയും സംസാരിച്ചു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ, താൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനിയിപ്പോ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതല്ലേ? ഓക്കെ ജഗൻ. അതും പറഞ്ഞ് ജാൻവി ഫോൺ വെച്ചു. പരീക്ഷകൾ ഓരോന്നായി തീർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് ജാൻവിയുടെ അവസാന പരീക്ഷയാണ്. നീണ്ട 2 വർഷത്തെ PG ക്ലാസ്സുകൾ അവസാനിക്കുന്നതിന്റെ സന്തോഷത്തിലും വിഷമത്തിലുമാണ് ജാൻവി. സുഹൃത്തുക്കളെയൊക്കെ വിട്ടുപോകുന്നതിന്റെ വിഷമം മനസ്സിലുണ്ടെങ്കിലും മിഥു അഭിയും എന്നും തനിക്കൊപ്പം ഉണ്ടാകുമല്ലോ എന്ന ചിന്ത അവളെ സന്തോഷവതിയാക്കി. പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ പല ഭാഗത്തായി കുട്ടികൾ കരയുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മിഥുവും ജാൻവിയും അഭിയും ആ ക്യാമ്പസ് ഒന്നാകെ ചുറ്റി നടന്നു കണ്ടു. ആദ്യമായി ഇവിടേക്ക് വന്നതും പരസ്പരം കൂട്ടുകൂടിയതും ഒക്കെയായിരുന്നു ജാൻവിയുടെ മനസ്സിൽ. മിഥുവിന്റെ മനസ്സിൽ അഭിയെ ആദ്യമായി കണ്ടതും ഇന്നും അവനോട് പറയാതെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പ്രണയവും ഒക്കെയാണ്. ഇടയ്ക്ക് അഭിയെ ഏതോ ടീച്ചേഴ്സ് വന്ന് വിളിച്ചുകൊണ്ടുപോയപ്പോൾ ജാൻവി മിഥുവിനെ നോക്കി. എന്താ നിന്റെ ഉദ്ദേശം? ജാൻവി ചോദിച്ചു. എന്ത്? കാര്യം മനസ്സിലാകാത്തതുപോലെ മിഥു തിരികെ ചോദിച്ചു. അതല്ല, അഭിയുടെ കാര്യത്തിൽ ഇനി എന്താണ് നിന്റെ ഡിസിഷൻ എന്ന്. ജാൻവി മിഥുവിന് കൂടുതൽ വ്യക്തമാകും വിധം പറഞ്ഞു. എടി, എനിക്കറിയില്ല എന്താ ചെയ്യട്ടേന്ന്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇത് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. മിഥു തന്റെ മാനസിക വേദന ജാൻവിയോട് പങ്കുവച്ചു. അവനോട് പറയണ്ടേ? കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു സൂചനയെങ്കിലും കൊടുക്കണ്ടേ നിനക്ക് അവനെ ഇഷ്ടമാണെന്ന്? എടി, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇഷ്ടം പറഞ്ഞാൽ അവൻ പിന്നെ എന്നെ ഒരു സൗഹൃദത്തിനെങ്കിലും താല്പര്യപ്പെടുമെന്ന്? അവനുമായിട്ടുള്ള കോണ്ടാക്ട് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലോ
എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെയും എന്റെ പ്രണയം പറയാതെ കാത്തിരിക്കുന്നത്. മിതുവും ജാൻവിയും ഒരേപോലെ ആശയക്കുഴപ്പത്തിലായി. തൽക്കാലം നീ ചെറിയ രീതിയിലെങ്കിലും അവനോടൊന്ന് സൂചിപ്പിക്കും. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. എന്നിട്ട് വൈകിട്ട് എന്നെ വിളിച്ചാൽ മതി. ജാൻവി പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതും മിതു അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. പ്ലീസ് ജാൻവി, നീ പോകരുത്. എനിക്ക് വല്ലാത്ത ടെൻഷനാകും. പിന്നെ നീ പ്രേമം പറയാൻ പോകുന്നിടത്ത് ഞാൻ എന്തിനാ? അതൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ശരിയാകും. ഓൾ ദി ബെസ്റ്റ്. മിഥുവിനോട് അതും പറഞ്ഞ് ജാൻവി മുന്നോട്ട് നടന്നതും അഭി ഓടി അവൾക്ക് അടുത്തേക്ക് വന്നു. അതെന്തൊരു പോക്കാ ജാൻവി പോകുന്നേ? ഇന്ന് ക്ലാസ് കഴിയുന്ന ദിവസമായിട്ട് നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ചെവിടെയെങ്കിലുമൊക്കെ പോയാലോ? അഭി ചോദിച്ചു. എവിടെ പോകാനാടാ? അതെവിടെയെങ്കിലുമൊക്കെ പോകാം. അഭി പറഞ്ഞത് കേട്ട് അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകുമെന്നോർത്ത് ജാൻവി ആലോചനയോട് നിന്നു. അഭി, എനിക്ക് വല്ലാത്ത തലവേദന. തൽക്കാലം നീ മിഥുവിനെയും കൂട്ടിപ്പോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പോയിട്ട് വാ. പിന്നീട് നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പോകാം. ജാൻവി അത് പറഞ്ഞപ്പോ അഭി കണ്ണു ചുരുക്കി അവളെ നോക്കി. നിനക്ക് ഈടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടല്ലോ. എന്താ, IPS ആണോ നിനക്ക് ഇത്ര വലിയ തലവേദന? അഭി സംസാരത്തിൽ കുറുമ്പ് കലർത്തി ചോദിച്ചതും ജാൻവി അവനെ അടിക്കാനായി കൈയോക്കി ചെന്നു. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി മിഥുവിന്റെ പിന്നിലേക്ക് നീങ്ങി നിന്നു. തീർത്തും അപ്രതീക്ഷിതമായി തന്റെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് അഭി തനിക്ക് പിന്നെ വന്ന് നിന്നതും മിഥു വല്ലാതായിപ്പോയി. മിഥുവിന്റെ ആ പാവമാറ്റം ജാൻവിയും കണ്ടിരുന്നു. ജാൻവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നെങ്കിലും അവളത് പുറമേ കാണിച്ചില്ല. ഒരു കാര്യം ചെയ്യ അഭി, എന്തായാലും നീ പുറത്തു പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? മിഥു ആണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മിഥു ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യൂന്നാ പറയുന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വാ. എനിക്ക് തലവേദനയുണ്ട്, ഞാനിങ്ങ് ഫ്ലാറ്റിലേക്കും പോവാ. ജാൻവി അതും പറഞ്ഞ് അവർക്ക് രണ്ടാൾക്കും ബൈ പറഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഭാഗ്യത്തിന് വന്ന പാടെ തന്നെ അവൾക്ക് ബസ്സും കിട്ടി. ജാൻവി പോയതും അഭി സംശയത്തോടെ മിഥുവിനെ നോക്കി. അഭിയുടെ ആ നോട്ടം തന്നിലേക്ക് നീണ്ടതും ഇന്നേ വരെ അവനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകാത്ത ഒരുതരം പിടച്ചില് മിഥുവിന്റെ നെഞ്ചിലുണ്ടായി. അവൾ അവനെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടി പോകാം. എന്നിട്ട് ഞാൻ നിന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? പെട്ടെന്ന് അഭി ചോദിച്ചതും മിഥു എന്തു പറയണോന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു. എടി, നീ ഈ ലോകത്തൊന്നുമല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നമുക്ക് പോയാലോ? അഭി വീണ്ടും ചോദിച്ചപ്പോ മിഥു മൗനമായി തലകുലുക്കി സമ്മതം മൊളി. എങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പാർക്കിങ്ങിൽ നിന്ന് എന്റെ ബൈക്ക് എടുത്തിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അഭി ബൈക്ക് എടുക്കാൻ പോയി. അവൻ തിരികെ ബൈക്കുമായി വന്ന് അവിടെ അരികിൽ നിർത്തി. ഇന്നേ വരെ അഭിയുടെ ബൈക്കിന് പിന്നിൽ കയറുമ്പോൾ ഇല്ലാത്തൊരു ടെൻഷനും വെപ്രാളവും ഒക്കെ മിഥുവിനെ വല്ലാതങ്ങ് മൂടി. മനസ്സ് ശാന്തമാക്കുവാൻ അവൾ പലതവണ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ നിമിഷവും ആ മനസ്സവളുടെ പിടിവിട്ട് ഒരു ചരട് പൊട്ടിയ പട്ടം പോലെ സ്വന്തം വഴിക്ക് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് എങ്ങോട്ടാ പോവേണ്ടത്? നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അഭി ചോദിച്ചപ്പോൾ അവനോട് സ്വസ്ഥമായിരുന്നു സംസാരിക്കാൻ പറ്റിയൊരിടമാണ് തനിക്കിപ്പോൾ വേണ്ടതെന്ന് മിഥുവിന് തോന്നി. നമുക്ക് ആ ബീച്ച് റോഡിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയാലോ? അവൾ ചോദിച്ചു. എന്താടി, വിശക്കുന്നുണ്ടോ? അഭി തിരിച്ചു ചോദിച്ചപ്പോ മിഥു പതുക്കെയൊന്ന് മൂളി. എങ്കിൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാം. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ബീച്ചിലും ഇരിക്കാലോ എന്ന് അഭി പറഞ്ഞപ്പോ മിഥുവും ശരി എന്ന അർത്ഥത്തിൽ തലയാട്ടി. ബൈക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഭി വീണ്ടും ചോദിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ വായിൽ എന്താ അമ്പഴങ്ങിയാണോ? കുറെ നേരായി ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഈ മൂളൽ മാത്രമാണല്ലോ മറുപടി. അതോ ഇനി പല്ലുവേദന വല്ലതും ഉണ്ടോ? അഭിയുടെ ഈ വക ചോദ്യങ്ങൾ കേട്ടിട്ടും മിഥു മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ തന്റെ മുഖം അവന്റെ പിറകിൽ ഒളിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ബീച്ച് റോഡിലെ ആ റെസ്റ്റോറൻറ്റിലെത്തി. കടൽ നന്നായി കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് തന്നെ അവർ രണ്ടാളും ഇരുന്നു. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴും മിഥുവിനെ അകാരണമായി വിയർക്കാൻ തുടങ്ങി. സാധാരണ വലിയ ടെൻഷൻ വരുന്ന സമയങ്ങളിൽ അവളുടെ കൈയും കാലും തണുത്ത് മരവിക്കാറുള്ളതാണ്. ഇപ്പോഴും അവൾക്ക് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് മിഥു വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ മൂക്കിൻ തുമ്പും നെറ്റിത്തടവുമൊക്കെ അമർത്തി തുടച്ചു.
ശേഷം അവൾ പിന്നെയും കടൽ തീരത്തിലേക്ക് കണ്ണുനട്ടിരുന്നു. വൈകുന്നേരമായി വരുന്നതുകൊണ്ട് തന്നെ ആളുകളുടെ തിക്കും തിരക്കും നന്നേ കുറവായിരുന്നു. ആർത്തലച്ച് തീരത്തെ പുൽകാനൊരുങ്ങുന്ന തിരമാലകളെ നോക്കിയിരിക്കുമ്പോൾ മിഥുവിന്റെ മനസ്സിലും സംഘർഷഭരിതമായി ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോഴാണ് വെയിറ്റർ ഓർഡർ എടുക്കാൻ വന്നത്. മിഥു മെനുക്കാരുടെ മുഴുവൻ മറിച്ചു നോക്കിയിട്ട് അവസാനം ഒരു ഓറഞ്ച് ജ്യൂസ് മാത്രം പറഞ്ഞതും അബിയുടെ നെറ്റി ചൊളിഞ്ഞു. അവൻ കണ്ണു ചുരുക്കി അവളെ നോക്കിയതും ആ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ തല താഴ്ത്തിക്കളഞ്ഞു. നിനക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? മറ്റെന്തെങ്കിലും വാങ്ങി കഴിക്ക്. ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിച്ചാൽ എങ്ങനെയടി വിശപ്പ് മാറുന്നത്? അബി ചോദിച്ചതും മിഥു വിലങ്ങനെ തലകുലുക്കി. കുഴപ്പമില്ല അബി, എനിക്കത് മതി. അവൻ പിന്നീട് അവളെ നിർബന്ധിക്കാൻ പോയില്ല. 2 ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കൊടുത്തിട്ട് അവനും ഇരുന്നു. മിഥു വീണ്ടും കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടി, എന്താ നിന്റെ പ്രശ്നം? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ? മിഥുവിന്റെ മുഖത്തെ വെപ്രാളവും പരവശവും ഒക്കെ കണ്ടപ്പോൾ അബിക്കും എന്തോ ഒരു വല്ലായ്മ തോന്നി. അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് വെയിറ്റർ ജ്യൂസുമായി വന്നത്. മിഥു അതിൽ നിന്ന് ഒരു സിപ്പെടുത്തു. ചുരിദാറിന്റെ ഷോളിൽ വിരലുകൾ ചുറ്റിയും അഴിച്ചു. അവൾ തന്റെ ഉള്ളിലെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അബി. മിഥു ആർദ്രമായി അവനെ വിളിച്ചു. അവളുടെ ശബ്ദം വല്ലാതെ പതിഞ്ഞു പോയിരിക്കുന്നു. എന്താ മിഥു? അബി, എനിക്ക് ഓരോ വാക്കുകൾക്കിടയിലും വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. അബി സൂക്ഷ്മതയോടെ അവളെ തന്നെ നോക്കി. അത് അബി, ഞാൻ നിന്നോട് എങ്ങനെയാ? അവളുടെ വെപ്രാളവും പരിങ്ങലും ഒക്കെ കണ്ടിട്ടും അബിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അവൻ ഇപ്പോഴും അവൾ മറ്റെന്തോ പറയാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അബി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു ഞെട്ടലോടെയാണ് മിഥുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ആ വാക്കുകൾ അബി കേട്ടത്. മുഖം കുനിച്ചു പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടാണ് മിഥു അത് പറഞ്ഞത്. അവൾക്ക് മുഖം ഉയർത്താനോ മിഴികൾ തുറന്ന് അബിയെ നോക്കാനോ വല്ലാത്ത ഭയം തോന്നി. ഒപ്പം അവന്റെ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയും അവളെ വേട്ടയാടി. അത്രയും നേരം മിഥുവിനെ നോക്കിക്കൊണ്ടിരുന്ന അബിയുടെ നോട്ടം പെട്ടെന്ന് കടലിലേക്ക് നീണ്ടു. മിഥു പതുക്കെ മുഖം ഉയർത്തി അബിയെ നോക്കി. അബി, നീ വിചാരിക്കുന്നത് പോലെ ഇതൊരു ക്യാമ്പസ് വാസിനേഷനൊന്നുമല്ല. എൻ്റെ ഈ പ്രണയം ഞാൻ ഏകദേശം 2 വർഷത്തോളമായി മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ്. നിന്നോട് ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ അവസാന നിമിഷമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നിന്നെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. മിഥു എങ്ങനെയൊക്കെയോ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ അബി. മിഥു പേടിയോടെ അവനെ നോക്കി. രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവന്റെ ഭാഗത്തു നിന്നും അവൾക്ക് ആദ്യം ലഭിച്ച മറുപടി. പക്ഷെ അവൻ പറയുന്നത് എന്തും കേൾക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി വെക്കുകയായിരുന്നു മിഥു. നോക്കു മിഥു, നീ പറഞ്ഞത് ഇവിടം കൊണ്ട് തീരണം. അബിയുടെ ആദ്യ വാചകങ്ങളിൽ തന്നെ അവൻ എന്താണ് മുന്നോട്ട് പറയാൻ പോകുന്നതെന്ന് മിഥുവിന് ഏകദേശം ധാരണ കിട്ടി. അവളുടെ നെഞ്ച് പടപടാന്ന് പിടിക്കാൻ തുടങ്ങി. നോക്ക്, ഇനി മേലിൽ ഇതേപ്പറ്റി എന്നോട് പറയരുത്. ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനൊരു രീതി കണ്ടിട്ടില്ല. എൻ്റെ നല്ലൊരു ഫ്രണ്ട്, ഏറ്റവും അടുത്ത ഫ്രണ്ട്, അങ്ങനെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം എനിക്ക് നിന്നോടൊന്നും തോന്നിയിട്ടില്ല. അബിയുടെ വാക്കുകൾ മിഥുവിനെ പിടിച്ചൊലിക്കും വിധം ഉള്ളതായിരുന്നു. അവൻ്റെ നാവിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ ശക്തമായി മുറിവേൽപ്പിച്ചു. മിഥുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മുഖം ഉയർത്തി നോക്കി അബി കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന മിഥുവിൻ്റെ കണ്ണുകളാണ്. ഒരു വേള അവളുടെ ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അബി തലവെട്ടിച്ചു. അബി, ഞാൻ ഇതേപ്പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നീ എന്നെ ഉടനെ വിവാഹം കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കാത്തിരിക്കാം. നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലിയൊക്കെ വാങ്ങി നീ എല്ലാ അർത്ഥത്തിലും സെറ്റിലാകുന്നത് വരെ ഞാൻ ഉറപ്പായും കാത്തിരിക്കും. പക്ഷെ നിന്നോടിത് പറയാതിരിക്കാൻ എനിക്കായില്ല. മിഥു വല്ലാത്തൊരു മനോവേദനയോടെ അവനോട് പറയുകയാണ്. വേണ്ട മിഥു, നീ ഒരിക്കലും എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. എനിക്കൊരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അബി അത് പറയുമ്പോൾ മിഥു വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി നിന്നു. അബി പ്ലീസ്, എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോൾ എന്തൊക്കെയാകൂന്ന്. അവൾ പറഞ്ഞതും അബി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പം മിഥുവിന് കാര്യങ്ങളെക്കുറിച്ച്
ഏകദേശം ധാരണയുണ്ടല്ലേ? എന്നിട്ടും എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഇതും പറഞ്ഞ് എന്റെ മുൻപിലേക്ക് താൻ വന്നത്? നമ്മൾ തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടെന്ന് നിനക്കറിയാമോ? അല്ലെങ്കിൽ തന്നെ നീ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കുവാന്. പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്കിടയിൽ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് അത് വേണ്ട മിതു. മിതു എന്നും ജാനിയെ പോലെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും. അബി അത് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ തുടങ്ങിയതും മിതു അവൻ്റെ കൈകളിൽ കയറി പിടിച്ചു. പ്ലീസ് അബി, പോകരുത്. എനിക്ക് എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അത് പറയുമ്പോൾ മിതുവിൻ്റെ ശബ്ദം പതിഞ്ഞു, വാക്കുകൾ മുറിഞ്ഞു. മനസ്സിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിത്തുടങ്ങിയ സമയം തൊട്ടേ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ പറ്റുന്നില്ല. മറക്കാൻ ഓരോ തവണ ശ്രമിക്കുമ്പോഴും കൂടുതൽ ആഴത്തിൽ നീ എന്നിൽ വേരുകൾ ആഴ്ത്തിപ്പോയിരുന്നു. ഞാനും വളരെ വൈകിയാണ് ആ സത്യം തിരിച്ചറിഞ്ഞത്. മിതുവിനെ നോക്കാതെ ഒരുവിധം കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ജാൻവിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ? അഭി ചോദിച്ചതും മിതു മുഖം കുനിച്ച് ഒന്ന് മൂളി. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നുള്ള പരിപാടിയാണിത്. അവന്റെ ശബ്ദത്തിൽ ഇന്നോളം താൻ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദേഷ്യം മിതു തിരിച്ചറിഞ്ഞു. ഇല്ല ബി, ജാൻവി ഇതൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മിതു പകപ്പോടെ അബിയെ നോക്കി പറഞ്ഞു. എന്തായാലും ശരി, മാണിക്യമംഗലം കോവിലകത്തെ മൈഥിലിക്ക് ഒരു തരത്തിലും ചേർന്നവനല്ല ഈ ഞാൻ. എന്നേക്കാളും എന്തുകൊണ്ട് യോഗ്യനായ ഒരുത്തൻ നിന്റെ ലൈഫിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്. അബി താക്കീതോടെ പറഞ്ഞു. അബി പ്ലീസ് അബി, എനിക്ക് നിന്നോട് ഇനിയും സംസാരിക്കാനുണ്ട്. വേണ്ട മിതു, ഇനി എനിക്കൊന്നും പറയാനോ കേൾക്കാനോ ഇല്ല. അതും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ വെട്ടിത്തിരിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ മിതു ആ നിൽപ്പ് നിന്നുപോയി. അവളുടെ കണ്ണിലൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടയ്ക്കാൻ പോലും മറന്നു അവൾ അതേ നിൽപ്പ് നിന്നു. അല്പനേരത്തിന് ശേഷമാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. കണ്ണുകൾ ധൃതിയെ തുടച്ചുകൊണ്ടവൾ ബില്ല് പേ ചെയ്യാൻ ചെന്നു. മേഡം, ബിൽ ഓൾറെഡി പെയ്ഡാണ്. സാർ പേ ചെയ്തിരുന്നു. റെസ്റ്റോറൻറ്റിന്റെ ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് ആൾ പറഞ്ഞതും അയാളെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് മിതു പുറത്തേക്ക് നടന്നു. എങ്ങോട്ട് പോകണമെന്ന് ഒരു ലക്ഷ്യവുമില്ലായിരുന്നു അവൾക്ക് ആ സമയം. പതിയെ അവൾ കടൽത്തീരത്തേക്ക് നടന്നു. വെയിൽ മങ്ങി തുടങ്ങിയതും ആളുകൾ കൂട്ടമായി ഓരോന്നായും പൊഴിഞ്ഞു പൊഴിഞ്ഞ് മണൽപ്പരപ്പിൽ അവിടെ ഇവിടെയായിരിക്കുന്നു. അവർക്കിടയിൽ ഒരാളായി മിതുവും ഇരുന്നു. കണ്ണു നിറഞ്ഞ് കടൽ കാണാൻ കഴിയാതായതും കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി ഏങ്ങി കരഞ്ഞുപോയി മിതു. തുടരും.